ഹലോ. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. ഇന്നത്തെ വീഡിയോയിലേ ഞങ്ങൾ കണ്ണൂർ പോയ യാത്രയുടെ വിശേഷങ്ങളാണ് കേട്ടോ. ഞാനും സോനയും റെനിയാണുള്ളത്. ഞങ്ങൾ മിസ് ചെയ്യുന്ന രണ്ടുപേരുണ്ട്, ദിയയും ഓഗിയും. അവർ ഞങ്ങളുടെ കൂട്ടത്തിലില്ല. എന്തായാലും പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് വിശന്നപ്പോൾ ഞങ്ങൾ മതിലകത്തുള്ള കാളാഞ്ചി എന്ന് പറഞ്ഞ ഒരു സീ ഫുഡ് ഹോട്ടലിലാണ് കേട്ടോ കയറിയത്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. ഊണിൻ്റെ കറികളൊക്കെ ഒന്നിനൊന്നും വെച്ചാണ്. ഒരുപാട് കറികളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട മീൻ ഏതാണെന്ന് പറഞ്ഞാൽ അവരത് നമുക്ക് അപ്പോൾ തന്നെ ഫ്രൈ ചെയ്ത് കൊണ്ടുവന്ന് തരും. ഞങ്ങൾ കാളാഞ്ചി മീനാണ് കേട്ടോ പറഞ്ഞത്. അടിപൊളിയായിരുന്നു. അപ്പോൾ പോകാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് പോയി ട്രൈ ചെയ്യണം കേട്ടോ. അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. സത്യം പറയാലോ, 300 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഭയങ്കര ടെൻഷനായിരുന്നു. അയ്യോ, ഇനി എപ്പോഴാണാവോ എത്താൻ പോകണമെന്നൊക്കെ. പക്ഷേ അടിപൊളി റോഡായിരുന്നു, നല്ല സുഖമായിരുന്നു യാത്ര. അധികം ടയർഡ്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് പോകാനുണ്ടായിരുന്നത് കണ്ണൂർ ചെമ്പേരി ചെളിമ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഇതാ ഈ കാണുന്നൊരു സംഭവം നമുക്ക് കഴിക്കാൻ പറ്റി. കുറേ നാളുകളായിട്ട് ആഗ്രഹിക്കുന്നതാണ് കല്ലുമ്മക്കാർ നിറച്ചത്. പണ്ട് കാസർഗോഡായിരിക്കുമ്പോൾ അവിടെ നിന്ന് നാട്ടിലോട്ട് വരുന്ന വഴിക്കാണ് ഇത് കഴിച്ചിരുന്നത് കേട്ടോ. അന്നത്തെ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല, പക്ഷേ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇപ്പോഴും ഇത് എവിടേക്കാണെന്ന് എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. സോനയുടെ കൂട്ടുകാരത്തി ആൻമരിയുടെ എൻഗേജ്മെൻറ്റിനാണ് ഞങ്ങൾ കണ്ണൂർ വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു 10 മണിയൊക്കെ ആയിട്ടോ അവിടെ എത്തിയപ്പോൾ ഒരു റൂം അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ആൻമരിയുടെ ബ്രദറും കസിനും കൂടി ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ കല്യാണ വീടല്ല, എൻഗേജ്മെൻറ്റ് വീട്ടിലെത്തി. നമ്മുടെ കല്യാണ പെണ്ണ് പാവങ്ങൾട്ടോ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഞങ്ങളാണെങ്കിൽ കുറച്ച് ലേറ്റ് ആവുകയും ചെയ്തല്ലോ. നമ്മുടെ കല്യാണ പെണ്ണിന്റെ പരിപാടി കഴിഞ്ഞാൽ എല്ലാവരും പോയാ മതിയില്ലേ എടുത്തത്. ചെല്ല് ചെല്ല് ചെല്ല്. അങ്ങനെ ഫോട്ടോ എടുക്കലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടോ. വീഡിയോ എടുക്കാൻ മറന്നുപോയി. കപ്പ ബിരിയാണിയും ചോറും അടിപൊളി വിഭവങ്ങളൊക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ഒരാളെ കാണാൻ പോയി. ഇതാണ് അവരുടെ എല്ലാം സോമൻ. അവളുടെ അപ്പച്ചിട്ട പേരാണ് കേട്ടോ. എന്തായാലും സോമനും സന്തോഷമായി, ഞങ്ങൾക്കും സോമനെ കണ്ടപ്പോൾ സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ തിരിച്ചുപോയി നല്ല ഉറക്കമൊക്കെ ഉറങ്ങി രാവിലെ എണീച്ച് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. അപ്പോൾ ഒരു വീഡിയോയും സെൽഫിയൊക്കെ എടുക്കാതെ പോകാമെന്ന് പറഞ്ഞാൽ മോശമല്ലേ. എന്തായാലും ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേനും മനസ്സമ്മതം എല്ലാം കഴിഞ്ഞു. പിന്നെന്താ, കുർബാനൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു മനസ്സമ്മതം ചോദിക്കൽ മാത്രമല്ലേ, കുഴപ്പമില്ല. കണ്ണടച്ചങ്ങ് ഞങ്ങൾ തന്നെ സമാധാനിച്ചു. അവിടെ ചെന്നപ്പോഴത്തേനും സ്റ്റേജിലെ പ്രോഗ്രാംസൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അടിപൊളി ഡാൻസൊക്കെ ആയിരുന്നു. മണവാട്ടിയും മണവാളനും മണവാട്ടിയുടെ അനിയത്തിയും കസിൻസും എല്ലാവരുടെയും ജഗപൊകമേളം. അതെല്ലാം കഴിഞ്ഞ് കേക്ക് കട്ടിങ് കഴിഞ്ഞ് 2 ഫാമിലിയും തമ്മിലുള്ള ഫോട്ടോ സെഷനും പരിചയപ്പെടുത്തലുകളും അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങി നടന്നു, എല്ലാവരെയും കണ്ടു, കുറേ നേരം വായി പൊളിച്ച്. നമ്മളൊരു കല്യാണ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ആൾക്കാരെ കണ്ടാൽ നോക്കണം, അവരുടെ ഡ്രസ്സ് നോക്കണം, അവരുടെ മേക്കപ്പ് നോക്കണം, അതുപോലെ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം. എന്തെല്ലാം കാര്യങ്ങളാണ്. ഇതെല്ലാം കണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറപ്പറ സോനയും റെനിയും അപ്പുറത്തെ എവിടേക്കോ നടന്നു, ഞാൻ ഇപ്പുറത്തൊക്കെ നടന്ന് കുറേ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു. ഇതെല്ലാം കഴിഞ്ഞ് മടുത്തപ്പോഴത്തേനും ഞങ്ങൾ കുറച്ച് നേരം പുറത്തു പോയി. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ വയനാട് തന്നെ അതുപോലെ തന്നെയുണ്ട് കേട്ടോ ആ സ്ഥലമൊക്കെ. അങ്ങനെ നമ്മുടെ ചേച്ചിമാർ ഇങ്ങനെ പാവങ്ങൾ കേട്ടോ വേസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതിനിടയിൽ കൂടെ പോകുന്നുണ്ട്. ഞങ്ങളും കുറേ നടന്ന് ക്ഷീണിച്ചു. അവിടെ എവിടെയെങ്കിലും കുത്തിരിക്കാമെന്ന് കരുതിയിട്ട് ഒരു കസാരയൊക്കെ സംഘടിപ്പിച്ച് ഞങ്ങളും ഇവിടേക്ക് അങ്ങോട്ട് ഇരുന്നു. സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്ഷീണിക്കുന്നത് ചെറുക്കനും പെണ്ണാണ് കേട്ടോ. നിന്ന് മടുത്ത് പാവങ്ങൾ ആ ഒരു സ്ഥലത്ത് ഇരിപ്പായി. അതിനിടയ്ക്കും ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ വന്ന് നിൽക്കുന്നുണ്ടായി. അതിനിടയ്ക്ക് ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്തു. പിന്നെ പറയാൻ വിട്ടുപോയ കാര്യം, പാട്ടുകാരുടെ കാര്യമാണ്. അടിപൊളി സിംഗേഴ്സാണ് കേട്ടോ. അപ്പോൾ അതാരും ഇതിൻ്റെ ഇടയിൽ വേറെ ആരുമല്ല, ആൻമരിയുടെ ബ്രദറാണ്. തക്കം കിട്ടിയപ്പോൾ കയറി നടുക്കിരുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്കൊരു ടേബിളൊക്കെ കിട്ടി. ഞങ്ങളങ്ങനെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഫസ്റ്റ് തന്നെ കട്ട്ലേറ്റും സോസും ആയിരുന്നു. അതിന് ശേഷം നമ്മുടെ നല്ല നെയ്പ്പത്തിരിയും ചിക്കൻ സ്റ്റൂ ആയിരുന്നു. പിന്നെ ചോറ്, മോരുകറി, അതുപോലെ പയർ തോരൻ, പച്ചടി, അങ്ങനെ ഒരുപാട് വിഭവങ്ങളായിട്ട് ചോറും കറികളും. പിന്നെ ചിക്കൻ ബിരിയാണി, ഐസ്ക്രീം, എല്ലാം കൊണ്ടും എൻ്റെ ദൈവമേ വയറൊക്കെ നിറഞ്ഞു. അങ്ങനെ അടിപൊളി ഫങ്ഷനൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരുമായിട്ട് ഒഴിഞ്ഞൊഴിഞ്ഞ് പോയി തുടങ്ങി. അപ്പോൾ ഞങ്ങളും ഇറങ്ങാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ആൻമരിയോട് യാത്ര പറയാൻ നിൽക്കുകയാണ്. ഇത് ആൻമരിയുടെ അനിയത്തിയാണ്.
അതുപോലെ തന്നെ ഇത് അമ്മയാണ്, ഇത് അവരുടെ കസിനാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആൻമരിയോട് യാത്ര പറഞ്ഞ് നിൽക്കുമ്പോഴതാ ഇത് ബ്രദർ. അപ്പച്ചൻ അവിടെ എവിടെ കണ്ടുണ്ട്, അപ്പച്ചനെ എടുത്ത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആൻമരിയോട് ഞങ്ങൾ യാത്ര പറഞ്ഞ് ടാറ്റ പറഞ്ഞ് പോവാണ്. ഇനി ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണട്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ തിരിച്ചു പോരുമ്പോഴാണ് കേട്ടോ ഈ വഴികളും റോഡും ഇതെല്ലാം ശരിക്കും കാണുന്നത് തന്നെ. കാരണം രാത്രി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ശരിക്കും കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു കാട്ടിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന പോലെ മാത്രമേ തോന്നിയിരുന്നുള്ളൂ. ഒരു വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു വീട്ടിലോട്ട് എത്തണമെങ്കിൽ കുറേ അങ്ങ് പോകണം. ഫുള്ള് റബ്ബർ മരങ്ങളും എല്ലാ മരങ്ങളും ഉണ്ട്. എന്തായാലും ശരിക്കും പറഞ്ഞതൊരു ഫോറസ്റ്റ് ഏരിയ, അല്ലെങ്കിൽ ഒരു ഇടയ്ക്ക് വല്ലപ്പോഴും ഇതേപോലെ ഒരു വണ്ടി പോകണ കണ്ടാലായി. ശരിക്കും പറഞ്ഞാൽ വയനാട് തന്നെ. അപ്പോൾ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ ശരിക്കും പേടി തോന്നും. കുറച്ച് പേരൊക്കെ ആയിട്ട് ഒരുമിച്ച് ഇങ്ങനെ ട്രിപ്പ് മോഡിലൊക്കെ പോകുമ്പോൾ നല്ല രസമാണ്. പ്രത്യേകിച്ച് ഈ ചൂട് സമയത്തൊക്കെ നല്ല തണുപ്പും, ഭയങ്കര തണുപ്പല്ല കേട്ടോ, നല്ല രസമായിരുന്നു യാത്ര. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി, കുറച്ച് സമയം കിടന്നുറങ്ങി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. സ്റ്റേക്കേഷനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. റൂം ഫെസിലിറ്റീസൊക്കെ നല്ല രസമായിരുന്നു, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിനി പോകുന്നത് നേരെ ചാലക്കുടിക്കാണ്. അവിടെ ഞങ്ങളെ കാത്ത് ഒരാൾ ഇരിപ്പുണ്ട്. വേറെ ആരില്ല, നിങ്ങൾക്കറിയാം, ഓഗിമോളാണ്. 2-3 ദിവസമായി. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലും ഡിപ്രഷനിലൊക്കെയാണ് അവളുള്ളത്. അവർ വിളിക്കുന്നുണ്ട്, എപ്പോഴും വിളിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട് അവൾ മിണ്ടാതെ മാറി ഒതുങ്ങി ഒരു സ്ഥലത്ത് പോയി കിടക്കി. പക്ഷേ ആകെ ഒരു സമാധാനം കുഞ്ഞുള്ളതാണ്. അനിയത്തിയുടെ 2ാമത്തെ മോള് അവൾക്ക് ഭയങ്കര കാര്യം. അപ്പോൾ അവളുടെ അടുത്തുനിന്ന് മാറാതെ അവളുടെ കൂടെ തന്നെ ഇങ്ങനെ നടക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയെങ്കിലും അവളുടെ അടുത്തേക്ക് എത്തിയാൽ മതി എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളെ ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴത്തേനും നമുക്ക് അവിടെ നിന്ന് എന്തോ ഒരു വിട്ടുപോകാനൊരു വിഷമമുള്ള പോലെ തോന്നില്ലേ എന്ന പോലെയായിരുന്നു കേട്ടോ. കാര്യം ഞങ്ങൾ ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ എന്തോ നല്ല രസമായിരുന്നു. അപ്പോൾ ഒരുത്തി അതിൻ്റെ ഇടയിൽ കൂടെ വീണ്ടും ഒരു ഡാർക്ക് ചോക്ലേറ്റ് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് വേഗം കയറ്, കുറേ സമയമായി, നമുക്ക് വേഗം പോകാം. അപ്പോൾ എന്നെ സോപ്പിടാൻ വേണ്ടി എനിക്കൊരു കഷ്ണം തന്നു. രാത്രി യാത്ര തിരഞ്ഞെടുക്കാൻ കാരണം പകലാകുമ്പോഴത്തേനും ഭയങ്കര ചൂടല്ലേ, അപ്പോൾ രാത്രിയാകുമ്പോൾ നമുക്ക് നല്ല സുഖമാണല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസം ഇതിന് കുറേ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ അവസാനം വിശന്നപ്പോൾ ഓർക്കിഡ് ഗ്രിൽ ഹൗസിലാണ് കയറിയത്. ഇത് ശരിക്കും വരുന്നത് താമരശ്ശേരി കഴിഞ്ഞിട്ട് വടകരയിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ജ്യൂസ് ആദ്യം ഓർഡർ ചെയ്തു. ലൈം ജ്യൂസാണ് കേട്ടോ. പിന്നെ റെനി പൈനാപ്പിൾ ജ്യൂസാണ് ഓർഡർ ചെയ്തത്. സോന മിൻറ്റ് ലൈം, ഞാൻ ജിഞ്ചർ ലൈം. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ഫുഡൊക്കെ എത്തി. ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും മഴ തുടങ്ങി മക്കളെ. പിന്നെ അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര രസമാണെന്നൊക്കെ നമുക്കിങ്ങനെ തോന്നും, പക്ഷെ വളരെ കെയർ ചെയ്ത് പോകേണ്ട സമയം കൂടിയാണ്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ഓഗിമോളുടെ അടുത്തെത്തി. അവൾ ഞങ്ങളെ കുറേ ദിവസത്തിന് ശേഷം കണ്ടപ്പോഴുള്ളൊരു പരാക്രമമാണ് ഈ കാണുന്നത്. അങ്ങനെ പാവം കുഞ്ഞു അവൾക്ക് വേണ്ടി അവളുടെ കൂടെ താഴെ കിടന്നതാ. നല്ല ഉറക്കമായിരുന്നു രണ്ടുപേരും ഞങ്ങൾ ചെല്ലുമ്പോൾ. ഏകദേശം ഒരു 7:30ക്കാണ് ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് യാത്ര തിരിച്ചത്. ഇവിടെ എത്തിയപ്പോൾ 2:30 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. വെളുപ്പിന് 2:30ക്കാണ് ഞങ്ങൾ അനിയത്തിയുടെ വീട്ടിലെത്തണത്. അപ്പോൾ പാവങ്ങൾ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണിപ്പിക്കാനും സങ്കടമാണ്. പക്ഷേ ഓഗിനെ കൂട്ടാൻ വേണ്ടി പിന്നെ തിരിച്ച് വരാനും ബുദ്ധിമുട്ടായതുകൊണ്ട് ആ ടൈമിൽ തന്നെ പോയി എടുത്തു. ഇനിയും വെയിറ്റ് ചെയ്യാനായിട്ട് വയ്യായിരുന്നു സത്യം പറഞ്ഞാൽ. അവൾ അത്രയധികം ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു പോന്നപ്പോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കാറിൽ ഗ്ലാസ്സൊക്കെ താഴ്ത്തി തലയൊക്കെ പുറത്തേക്ക് ഇട്ട് ഈ കാറ്റും കൊണ്ടിങ്ങനെ ഇരിക്കണത്. അപ്പോൾ ഒരു സമാധാനമായിട്ടുണ്ടാവും പാവത്തിന്. പക്ഷേ ആൾ ചെറിയ ഡിപ്രഷനിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവളെ സമാധാനിപ്പിച്ച് അങ്ങനെ വീണ്ടും എറണാകുളത്തിൻ്റെ തിരക്കുകളിലോട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.